അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ മജ്ലിസിനെ നമ്മിൽ നിന്നും കബൂലാക്കി തരുമാറാകട്ടെ. അറിഞ്ഞും അറിയാതെയും രഹസ്യവും പരസ്യവുമായി വന്നുപോയ എല്ലാ ദോഷങ്ങൾക്കും അല്ലാഹു നമുക്ക് അഫ്വ് നൽകുമാറാകട്ടെ. ആദ്യമായി നമ്മുടെ മജ്ലിസ് കാണുന്ന ആളുകൾ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിൻ്റെ ശേഷം ഇൻഷാ അള്ളാഹ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. നിത്യജീവിതത്തിൽ നമുക്ക് ഉപകരിക്കുന്ന ഒരുപാട് അമലുകളാണ് ഇൻഷാ അള്ളാഹ് നമ്മൾ ഈ മജ്ലിസിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതനുസരിച്ച് അമല് ചെയ്യാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. പുതിയ ഒരു കൊല്ലത്തിനെ നമ്മൾ വരവേൽക്കാൻ വേണ്ടി ഇരിക്കുന്ന ഈ സമയത്ത് പ്രത്യേകമായും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളാണ് ഇൻഷാ അള്ളാഹ് ഇന്ന് നമ്മൾ ഈ മജ്ലിസിലൂടെ പറയുന്നത്. നമ്മുടെ ജീവിതം വിജയിച്ച് കാണാനും അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്തു പോയ എല്ലാ തെറ്റുകളിൽ നിന്നും നമ്മൾ പാപമുക്തരാകണം. എല്ലാ തെറ്റുകളിൽ നിന്നും നമ്മൾ അഫ്വിനെ തേടണം. നാളെയുടെ ഒരു പുലരി നമ്മളിലേക്ക് കടന്നു വരുന്ന സമയത്ത്, നമ്മൾ പുതിയ ഒരു വർഷത്തിലായി നമ്മൾ ജീവിക്കുന്ന ഈ സമയത്ത് നമ്മൾ ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകൾക്കും നമുക്ക് അഫ്വ് ലഭിക്കണം. അതിന് ആദ്യമായി നമ്മൾ ഇസ്തിഗ്ഫാറിനെ തേടണം അള്ളാഹുവിനോട്. അസ്തഗ്ഫിറുല്ലാഹ് എന്ന ദിക്ർ 100 തവണ നമ്മൾ ചൊല്ലണം. അതിൻ്റെ ശേഷം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഇനി വരാനിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും എല്ലാ പ്രയാസങ്ങളും നമ്മൾ അള്ളാഹുവിൽ തവക്കുലാക്കണം. അതിനുവേണ്ടി ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ എന്ന ദിക്ർ നമ്മൾ 100 തവണ ചൊല്ലണം. പുതുവത്സരമാകുന്ന ഈ വർഷം നമ്മളിലേക്ക് കടന്നു വരുന്ന സമയത്ത് ആദ്യമായി നമ്മൾ ചെയ്യേണ്ട 2 കാര്യങ്ങൾ, നമ്മൾ ചെയ്തു പോയ എല്ലാ തെറ്റുകളിൽ നിന്നും നമുക്ക് പാപമുക്തി ലഭിക്കാൻ വേണ്ടി നമ്മൾ 100 തവണ അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന ദിക്റിനെ നമ്മൾ ചൊല്ലണം. അതിൻ്റെ ശേഷം എല്ലാ വിഷയങ്ങളും നമ്മൾ അള്ളാഹുവിലേക്ക് തവക്കുലാക്കിക്കൊണ്ട് ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ എന്ന ദിക്റിനെ നമ്മൾ 100 തവണ പതിവാക്കണം. ഈ ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ എന്ന ദിക്ർ നമ്മൾ ചൊല്ലുന്ന സമയത്ത് നമ്മുടെ കടങ്ങളും അതുപോലെ തന്നെ നമ്മൾ അനുഭവിക്കുന്ന എല്ലാ വിഷമങ്ങളും എല്ലാ പ്രയാസങ്ങളും നമ്മൾ അള്ളാഹുവിലേക്ക് നമ്മൾ സമർപ്പിക്കണം. അതിൻ്റെ ശേഷം സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന ദിക്റിനെ നമ്മൾ 100 തവണ നാളെയുടെ പുലരിയിൽ നമ്മൾ ചൊല്ലിത്തീർക്കേണ്ടതാണ്. ഇങ്ങനെ ചൊല്ലുന്ന സമയത്ത് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന ദിക്റിനെയാണ് നമ്മൾ ചൊല്ലേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ നമുക്ക് റഹ്മത്തുകൾ അല്ലാഹു ഒരുപാട് നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ വരാനിരിക്കുന്ന എല്ലാ ആഫത്ത് ബലാ മുസീബത്തുകളും അല്ലാഹു നമ്മിൽ നിന്നും തട്ടി നീക്കി തരുമാറാകട്ടെ. ഇതനുസരിച്ച് അമല് ചെയ്യാൻ ഈ മജ്ലിസിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ മജ്ലിസ് കേൾക്കുന്ന എല്ലാവരും നമ്മളോട് ഇഷ്ടമുള്ള ദീനീ സ്നേഹികളായ കുടുംബക്കാരിലേക്കും കൂട്ടുകാരിലേക്കും ഇൻഷാ അല്ലാഹ് ഈ മജ്ലിസിൽ പറയുന്നത് പോലെ നമ്മൾ ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. അതല്ലാതെ പുതുവത്സരം വരുന്ന സമയത്ത് തെറ്റുകളിലായി നമ്മൾ അതിനെ വരവേൽക്കുന്ന സമയത്ത് ആ ഒരു വർഷത്തിലോ അതല്ലെങ്കിൽ മുന്നോട്ടുള്ള സമയങ്ങളിലോ ഒരിക്കലും നമുക്ക് രക്ഷ നേടാൻ സാധിക്കുകയില്ല. അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.